മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗം ജില്ലാ നേതൃത്വ കൺവെൻഷൻ ചുങ്കത്രയിൽ നടന്നു. ചുങ്കത്ര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പാർട്ടിയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. മാണി സാറിന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട PJ ജോസഫ് സാറും CF തോമസ് സാറും ഉൾപ്പെടെ കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ നേതൃത്വം കൊടുത്തുകൊണ്ട് പാർട്ടിയെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ PJ ജോസഫിന്റെ പാർട്ടിക്ക് നഷ്ടക്കച്ചവടമാണ്. ഇപ്പൊ നമുക്കത് തുറന്നു പറയുന്നതിൽ ബുദ്ധിമുട്ടുന്ന കാര്യമില്ല. ലാഭം മാണി ഗ്രൂപ്പിന് ജോസ് കെ മാണി വിഭാഗത്തിനാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരു കാലഘട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ KM മാണി ഒതുക്കപ്പെട്ടത് നമ്മളെല്ലാം വിലയിരുത്തിയിട്ടുള്ളതാണ്. മാണി സാറിനെ മലിനജലത്തിൽ ഉരുട്ടിയിട്ടു എന്ന് പറഞ്ഞ് മോശമായ വകുപ്പ് പോലും കേരളത്തിൽ കൊടുത്തത് ഒരു ദുരനുഭവമായി കേരള കോൺഗ്രസുകാർ കണ്ടിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അങ്ങനെ അപ്രസക്തമായ വകുപ്പുകളിലേക്ക് പോയിരുന്ന കേരള കോൺഗ്രസ് പാർട്ടിയെ ശക്തമായ ഒരു തിരിച്ചുവരവിലേക്ക് കൊണ്ടുവരാൻ സാഹചര്യമുണ്ടാക്കിയത് കേരള കോൺഗ്രസിന്റെ യോജിപ്പാണ്. ആ കേരള കോൺഗ്രസിന്റെ യോജിപ്പ് നടപ്പാക്കാൻ വേണ്ടി നമ്മുടെ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറ് മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി വിട്ട് പുറത്തു വന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ യോജിപ്പിന് വേണ്ടി ധാരണയുണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി ചെയർമാൻ സ്ഥാനം പോയി, മന്ത്രിസ്ഥാനം പോയി. CF തോമസ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മാത്യു വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ PC തോമസ്, മോൻസ് ജോസഫ് MLA, ഫ്രാൻസിസ് ജോർജ് MP, സെക്രട്ടറി ജനറലും മുൻ MPയുമായ അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം, ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV കണ്ണൻ, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, വിൻസി അനിൽ എന്നിവരും പാർട്ടിയുടെ ജില്ലാ മണ്ഡലം തല ഭാരവാഹികളും പങ്കെടുത്തു. ആസന്നമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെയും വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെയും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് ജില്ലാ നേതൃത്വ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.